السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വൈവിധ്യമാർന്ന വിഷയങ്ങളെ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിലൂടെ വീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ദൈക്ഷണിക വേദിയിൽ പാഠപുസ്തകങ്ങളിലെ രാഷ്ട്രീയ അലങ്കാരങ്ങൾ, ചരിത്രത്തിന്റെ നീതി എവിടെയുണ്ടെന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് തൗഫീഖ് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, നമ്മുടെ കാലഘട്ടം ചരിത്ര രചനയുടെ അതിവിപരീത ഘട്ടങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. വീക്ഷണങ്ങളും മൂല്യങ്ങളും ചരിത്രവും അനാചാരങ്ങൾക്കിടയിൽ തട്ടിക്കയറ്റപ്പെടുന്ന രാഷ്ട്രീയ ചൂഷണങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകുന്ന അധികാര ദുരുപയോഗത്തിൽപ്പെടാതെ നമ്മുടെ മതേതര ഇന്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ രൂപപ്പെടുത്തുന്ന പാഠപുസ്തകങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്താണ്. അതെങ്ങനെയാണ് ലോകത്തെ നോക്കി കാണേണ്ടതെന്നും നാം ഏതു തരത്തിൽ സാമൂഹികമായി ഇടപെടണമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പാഠപുസ്തകങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സ്വാർത്ഥതകളാൽ നിറഞ്ഞുകൊണ്ട് ചരിത്രത്തിന്റെ സത്യസന്ധമായ ദൃശ്യങ്ങളെ മറച്ചുവെക്കുന്നു. NCERT പതിപ്പുകൾ പോലും 2014 ശേഷം മുഗൾ ഭരണകാലഘട്ടം ഇരുണ്ട കാലമെന്ന് പുനർനാമകരണം ചെയ്യുന്നതും ക്രൂരതയുടെ അടയാളമെന്ന് പഠിപ്പിക്കുന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഡോക്ടർ ശശി തരൂർ എഴുതിയ ഇൻഗ്ലോറിയസ് എംപയർ എന്ന കൃതിയിൽ മുഗൾ ഇന്ത്യയുടെ സുവർണകാലത്തെ പാരമ്പര്യം വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഇതിനു പകരം പഴയ പാഠപുസ്തകങ്ങൾ മാറ്റി പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ചരിത്ര വിവരണങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അക്ബർ, ബാബർ, ഔറംഗസീബ് എന്നിവരെ ക്രൂരതയുടെയും ആക്രമത്തിന്റെയും വാക്താക്കളാക്കി വിശകലനം ചെയ്യുമ്പോൾ അവരുടെ ധർമ്മങ്ങൾക്ക് പകരം അധർമ്മമാണ് യുവജന മനസ്സുകളിലേക്ക് കൈമാറപ്പെടുന്നത്. ബാബറിന്റെ ഇബ്രാഹിം ലോധിയോടുള്ള യുദ്ധവും ശിവാജിക്കുള്ള തന്റെ മുഖ്യ സൈനാധിപന്റെ സ്ഥാനവും അന്നത്തെ യുദ്ധങ്ങളിൽ മതവിവേചനമില്ലെന്നും അത്തരം ആരോപണങ്ങൾ വെറും അപരാധങ്ങൾ മാത്രമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1946 ശ്രീശ്യാം പ്രകാശ് മുഖർജി ബ്രിട്ടീഷുകാരൻ കൊള്ളക്കാരൻ ഗ്ലോറിയസ് മുഗൾ എന്നാണ് വിശേഷിപ്പിച്ചത്. മുസ്ലിം സമുദായത്തെ എതിർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വിതക്കുക എന്നിവയൊക്കെയാണ് RSSന്റെ ഇന്നത്തെ വ്യക്തമായ രാഷ്ട്രീയ ചിന്താഗതി. നാം കാണുന്നത് പോലെ ചരിത്രത്തിലെ പല വ്യക്തിത്വങ്ങളും അനുഭവങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമെന്ന ഗാന്ധിജിയുടെ മഹത്തായ സന്ദേശം ഇന്ന് വേണ്ട വിധം മാനിക്കപ്പെടുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഓരോ വിയർപ്പ് കണങ്ങളും യുവജന മനസ്സുകളിൽ നിന്ന് മായ്ക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, കേവലം കഥകളല്ല ചരിത്രം, അതൊരു സമൂഹത്തിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രതിഫലമാണ്. ഓരോ കാലഘട്ടവും സ്വതന്ത്ര വിമർശനങ്ങളും അവബോധങ്ങളും സൃഷ്ടിക്കുമ്പോൾ ചരിത്രം അതിനെ പിന്തുടരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ തിരുത്തലുകൾക്ക് പിന്നിൽ കേവലം രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ്. പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുന്ന വിവിധ സമൂഹത്തിന്റെ സംഭാവനകൾ അവഗണിക്കപ്പെട്ടാൽ നാം ആഗ്രഹിക്കുന്ന സമൂഹത്തെ നാം തന്നെ തകർക്കുകയാണ്. ബഹുസ്വരത, ബഹുമതി എന്ന അവകാശങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറപ്പാക്കാൻ സാധ്യമാവുകയുള്ളൂ. ആധുനിക ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ മതവും സംസ്കാരവും സംരക്ഷിക്കപ്പെടുന്നതും പരസ്പരം മനസ്സിലാക്കലിന്റെ മുഖ്യധാരയിൽ നിലനിൽക്കുന്നതുമാവണം. പാഠപുസ്തകങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നത് ഒരു ജനതയുടെ അവബോധത്തെയും സാംസ്കാരിക പരമ്പരയും തകർക്കുന്നുവെങ്കിൽ അതൊരു രാജ്യത്തിന്റെ ആത്മഹത്യയേക്കാൾ ഭീകരമാണ്. വിദ്യാഭ്യാസവും വിജ്ഞാനവും കൃത്യമായ രീതിയിൽ പകർത്തപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സമൂഹം വിജയിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അനീതിക്കെതിരെ ശബ്ദിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.